പുതിയ പുതിയ ആളുകളെ കാണുക, പരിചയപ്പെടുക വളരെ നല്ലൊരു കാര്യമാണ്. അവർ സമൂഹത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചവരാണെങ്കിലോ നമുക്ക് അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ഉണ്ടാകും. കാണാം സല്ലാപം. സല്ലാപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു വനിത എന്ന നിലയിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിലും ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കിയ ആളാണ്. എന്നിട്ടും ഇന്നും ഒരു വിദ്യാർത്ഥിനിയുടേതായിട്ടുള്ള മനസ്സും ജിജ്ഞാസയും ഇവർക്ക് കൂട്ടിനുണ്ട്. നമുക്ക് പരിചയപ്പെടാം. പ്രിയ ശിവദാസ്. ഹലോ പ്രിയ. ഹായ്. പ്രിയയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഒരുപാട് പല പല ദിശകളിൽ നിന്നും കുറേ ഇൻഫർമേഷൻസ്, എല്ലാ കാര്യത്തിലും ഒരു ചെറിയ ഒരു പ്രിയയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ വളരെ എന്താ പറയുക, എല്ലാം അറിയാനായിട്ടും ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുമായിട്ടുള്ള ഒരു വളരെ ക്യൂറിയസ് ആയിട്ടുള്ള ഒരു കുട്ടി. അതിൽ നിന്നും ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയയിലേക്ക് ഒരുപാട് നാളുകളുടെ ഒരു എക്സ്പീരിയൻസസും ഒരുപാട് യാത്രകളുടെ, ഒരുപാട് ആളുകളുടെ കീഴിൽ പഠിച്ചതിൻ്റെ ഇന്നും ആ ഒരു മനസ്സുമായിട്ടാണ് പ്രിയ നടക്കുന്നത്. അപ്പം എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ലൈഫിനെ വെച്ച് നോക്കുമ്പോൾ കിട്ടിയത്? കുടുംബത്തിൽ നിന്നാണോ അതോ വന്ന വഴികളിലൂടെയാണോ? ദാറ്റ്സ് എ വെരി നൈസ് ക്വസ്റ്റ്യൻ കവിത. ആക്ച്വലി ഞാൻ മാഹി എന്നുള്ള ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ഫാമിലി ഒരു ജോയിന്റ് ഫാമിലിയാണ്. ആൻഡ് 80% ഓഫ് ദ പീപ്പിൾ ഇൻ മൈ ഫാമിലി ആർ ഫ്രം ബിസിനസ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ കൂട്ടുകുടുംബത്തിലും പിന്നെ ആ ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നപ്പം എനിക്ക് ലേണിംഗ് ആൻഡ് ട്രെയിനിങ്ങിനോട് ഭയങ്കര ഒരു അട്രാക്ഷൻ ആയിരുന്നു. പക്ഷെ അന്ന് ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റ്, ലേണിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ വളരെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ഒരു 5-6 ഇയേഴ്സ് ഹോട്ടൽ നടത്തിയിട്ടുണ്ട്. അപ്പം അമ്മ തന്നെ എനിക്ക് ഒരു വലിയ ഇൻസ്പിറേഷനാണ്. പിന്നെ എൻ്റെ അമ്മൂമ്മ, പിന്നെ വീട്ടിലുള്ള ഞങ്ങളുടെ തറവാട്ടിലുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓൺട്രപ്രൈസിങ് ആണ്. പിന്നെ എപ്പോഴും ഓൺട്രപ്രണേഴ്സ് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് തോന്നി എനിക്ക്. സത്യം പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ ഒരു ചെറിയ മടിയുള്ള കുട്ടിയായിരുന്നു ഞാൻ. വളരെ നോട്ടി ആയിരുന്നു. അതുകൊണ്ട് എപ്പോഴും അമ്മ എല്ലാ വെക്കേഷനും എന്നെ ഒരുപാട് ക്ലാസ്സിലേക്ക് അയക്കുമായിരുന്നു, ലൈക്ക് കുക്കിംഗ്, സ്റ്റിച്ചിങ്. കാരണം വീട്ടിലിരുന്നാൽ ഭയങ്കര നോട്ടി ആയിരിക്കും. ഇപ്പോഴും നോട്ടിനെസ്സിന് അത്ര കുറവൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഐ ഫീൽ ചൈൽഡ്ഹുഡ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അതാണ് ഞാൻ എന്ന വ്യക്തിനെ ഇന്നൊരു ആൾക്കാർ പറയണോ അതൊരു സ്പെഷ്യൽ വണ്ടർഫുൾ ട്രെയിനറാക്കി മാറ്റിയത്. നേരത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു ആളുകളുടെ സ്വഭാവം അവരുടെ ഒരു എന്താ പറയുക, അവരുടെ കൈപ്പടയിൽ നിന്ന് മനസ്സിലാക്കിയാണ് അവരെ കൂടുതൽ അറിയാനും അവരെ ട്രെയിൻ ചെയ്യാനും പ്രിയ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഗതികൾ ഒരാളെ അറിഞ്ഞ് ട്രെയിൻ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എങ്ങനെയാണ് വന്നത്? ഇൻഫാക്ട് ഞാൻ BSc ഹോം സയൻസ് സെൻട്രസിലാണ് പഠിച്ചത്. എല്ലാവരും മാതിരി എൻ്റെ പാരൻസിനും ഞാനൊരു ഡെന്റിസ്റ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പ്രീ ഡിഗ്രിക്ക് എന്നെ കൊച്ചിൻ കോളേജിൽ ഇട്ടു. അവിടെ എപ്പോഴും ബ്ലഡ് കണ്ട ഇപ്പോഴും ഞാൻ തല കറങ്ങും. അങ്ങനെ തന്നെയാണ് ഡോക്ടർ ആക്കാൻ നോക്കിയത്. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് 2 സബ്ജക്റ്റിൽ പൊട്ടിയപ്പോൾ അമ്മ വിചാരിച്ചു BSc ഹോം സയൻസിൽ ഇട്ടാ നല്ല രീതിയിൽ കല്യാണം കഴിച്ചു വിടാം, നല്ല വീട്ടമ്മയാകാം. പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളില് ബിസിനസ് ചെയ്യണം, ട്രെയിനിങ് ആൻഡ് ലേണിംഗ് ചെയ്യണം. പക്ഷെ അമ്മമാരോടൊക്കെ പറയാനൊരു പേടിയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ BSc ഹോം സയൻസ് പഠിച്ചിട്ട് ഞാൻ മെല്ലെ സ്ട്രാറ്റജിക് ആയിട്ട് ഇതിലേക്ക്, കാരണം ഒരു കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ കഴിയുന്നതും ആരും ഹേർട്ട് ചെയ്യാണ്ടാണ് നമ്മൾ നമ്മുടെ വിഷയം ട്രൂ ആക്കാൻ നോക്കുന്നത്. അങ്ങനെയായിരുന്നു എൻ്റെ പ്ലാന്. പക്ഷെ കോയിൻസിഡന്റ്ലി ഞാൻ ഒരു ഡോക്ടർ പ്രസാദ് സുന്ദർരാജൻ എന്ന് പറഞ്ഞ ഒരു വേൾഡ് ഫേമസ് ട്രെയിനറിനെ മീറ്റ് ചെയ്തു. ആൻഡ് പുള്ളിയായിട്ട് ഞാൻ എൻ്റെ ഡ്രീംസ് ഷെയർ ചെയ്തപ്പം പുള്ളിയുടെ അടുത്ത് ഞാനൊരു FSCP എന്ന് പറഞ്ഞൊരു കോഴ്സ്, 2 years കോഴ്സ്, ഗുരുകുല ട്രെയിനിങ് ആയിരുന്നു. അടുക്കളയിൽ നിന്നാണ് ഞങ്ങളുടെ ട്രെയിനിങ് തുടങ്ങിയത്. അന്നത്തെ സ്റ്റുഡൻസിനെ മാതിരി ഒരു ടോപ്പ് 500 കമ്പനിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഞാനും സാറിൻ്റെ അടുത്ത് പോയത്. പക്ഷെ ആ 2 വർഷത്തെ ഗുരുകുല ട്രെയിനിങ് എന്നാണ് ഞാൻ അറിയുന്നത് ലൈഫ് ഇസ് സംതിങ് മോർ വാസ്റ്റ്, നോട്ട് ജസ്റ്റ് കരിയർ എന്നുള്ളത്. ഇൻഫാക്ട് ആ വ്യക്തിയെ മീറ്റ് ചെയ്തതും അവിടെ പല പ്രമുഖന്മാർ അന്ന് വരുമായിരുന്നു സാറിൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന്. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ജീവിതം എന്ന് പറയുന്നത് കുറച്ചും കൂടെ വാസ്റ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് കരിയർ ബട്ട് സ്റ്റിൽ ഡീപ്പ് ഇൻസൈഡ് ഫോർ മൈ ഫാമിലി ആൻഡ് ഫോർ മൈ സെൽഫ് ഐ വാണ്ടഡ് ടു വർക്ക് ഇൻ എ ബിഗ് കമ്പനി. അങ്ങനെയാണ് ഞാൻ ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങുന്നത്. അവരെ അമ്മേനെ സന്തോഷപ്പെടുത്തണം, അമ്മമാരെ, കാരണം തിരിച്ചു കിട്ടിയ സന്തോഷം മുഴുവൻ അങ്ങോട്ടേക്ക് കൊടുക്കണം. ആ ഒരു ത്രില്ലിലാണ് ഞാൻ ഇതിൽ ഇറങ്ങുന്നത്. ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പ്രിയയുടെ ഈ ഒരു എന്താ പറയാ ഔട്ട് സ്പോക്കൺ ആയിട്ടുള്ള ഒരു സ്വഭാവം അത് പലർക്കും പോസിറ്റീവാണ്. പക്ഷെ ഒരു മെയിൽ ഡോമിനേഷൻ ഉള്ള ഒരു ഇൻഡസ്ട്രിയിൽ ചിലപ്പോൾ അത് പോസിറ്റീവായിട്ട് എല്ലാവരും കാണണമെന്നില്ല. എസ്പെഷ്യലി വെൻ യു ആർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ വെരി പവർ ലീഗ് ഓഫ് മെൻ.
അവരെങ്ങനെയാണ് ഈ ഒരു സ്വഭാവത്തെ എടുക്കുക? ദാറ്റ് ഈസ് എ റിയൽ ഇൻസ്പയറിംഗ് ക്വസ്റ്റ്യൻ ഫോർ മീ. കാരണം എൻ്റെ ലൈഫിലെ ഏറ്റവും കൂടുതൽ ചാലഞ്ചസ് ഞാൻ ഫേസ് ചെയ്ത ഈ ജെൻഡർ ഇൻഇക്വാലിറ്റിയിലാണ്. എസ്പെഷ്യലി ഇൻ കേരള. ഐ വാസ് ഇൻ ബാംഗ്ലൂർ ഫോർ 8 years. പിന്നെ കേരളയിലേക്ക് റീലൊക്കേറ്റ് ചെയ്താണ്. ഇൻഫാക്ട് ഐ ഹാവ് പുട്ട് papers in some big companies because they did not respect me as a woman. For example, ഒരു boardroom-ൽ if a woman talk like a man, that this is not right, I will not take it. അവൾ ചെറിയൊരു അഹങ്കാരിയാണോ? Though I have faced challenges. ടുഡേ ഞാൻ എന്ന വ്യക്തി ആ ചാലഞ്ചസ് ഫേസ് ചെയ്തുകൊണ്ടാണ്. അന്ന് ഞാൻ നോ ചില ആൾക്കാരോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഐ വുഡ് ഹാവ് ഫെൽറ്റ് വെരി ബാഡ് അബൌട്ട് മൈ സെൽഫ്. എനിക്ക് തോന്നുന്നു ആസ് എ ലേഡി നോ പറയേണ്ടടുത്ത് നോ പറയണം, ഈവൻ ഇഫ് ഇറ്റ് ഇസ് ദ കോസ്റ്റ് ഓഫ് യുവർ കരിയർ ഓർ മണി. ബിക്കോസ് ടുഡേ ഐ തിങ്ക് people know me more for my character and values and they really respect me a lot. But as you said, ഒരുപാട് ചാലഞ്ചസ് നോട്ട് ജസ്റ്റ് ഫോർ കരിയർ ഫാമിലിയിലും ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം കേരളയിൽ ഒരു ഔട്ട് സ്പോക്കൺ ലേഡി എന്നുള്ളത് ഒരു അരഗൻസ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് ടെക്നിക്കൊക്കെ പഠിച്ചു. ഇപ്പൊ കുറച്ച് സ്ട്രാറ്റജിക് ഒക്കെയാണ്, മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ പറയില്ല, കുറച്ച് ഒരു ലേഡി ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റും ഇതും രണ്ടും കൂടെ ഒരുമിച്ച്, അതും രണ്ട് രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഗ്രാഫോളജിയിലുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയാണ് വന്നത്? ഗ്രാഫോളജിയിൽ ഇൻട്രസ്റ്റ് വന്നതല്ല, ഞാൻ ഗുരുകുലത്തിൽ പഠിക്കുമ്പം സർ എന്നോട് അത് പഠിക്കാൻ പറഞ്ഞു. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഇസ്, ഞങ്ങൾ അന്ന് തിയറിയാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഒരു പേപ്പർ വന്നിട്ട് ഈ ആൾ എങ്ങനെയാന്ന് ചോദിക്കും. ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ആ വ്യക്തി അവിടെ വരും. അപ്പൊ ഞങ്ങൾ പറയുന്നതും ആ വ്യക്തി നമ്മൾ ഭയങ്കര കണക്ഷൻ ഉണ്ടാവും. അപ്പൊ ഇനീഷ്യലി ഐ തോട്ട് വൈ ഇസ് ഹി മേക്കിംഗ് മീ സ്റ്റഡി ഓൾ ദിസ്? എനിക്ക് നല്ലൊരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, ഐ മീൻ അടുക്കളയിൽ പരിപ്പും ചോറും വെപ്പിക്കും, ഇത് പഠിപ്പിക്കും. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, when he exposed me to graphology, cooking, Vedas, actually he was training me in my attention, patience, and graphology ഒരു ബ്യൂട്ടിഫുൾ സയൻസ് ആണ്. ഇപ്പം ഞാൻ ട്രെയിനിങ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് എന്നോട് വന്ന് പറയും, പ്രിയ ഇതൊന്ന് പഠിപ്പിച്ചു തരുമെന്ന്. സോ ഐ ടെൽ ദം, നിങ്ങൾക്ക് ബുക്ക് കിട്ടും, ഇത് പഠിക്കാം. പക്ഷെ ഗ്രാഫോളജിയിൽ എക്സ്പേർട്ട് ആവുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഹൗ യു മേക്ക് സാമ്പാർ. ഒരുപാട് വർഷം നമ്മൾ ചെയ്ത് കഴിയുമ്പം പിന്നെ നമുക്ക് തിയറി ഒന്നും ഓർമ്മയുണ്ടാവില്ല. ഒരാളെ ഹാൻഡ് റൈറ്റിംഗ് ചെയ്യുമ്പം it comes in your mind, you know, okay, this person is like this. അമ്മ ഭയങ്കര ബിസിയാണ് അല്ലെങ്കിൽ ഭാര്യ ഭയങ്കര ബിസിയാണെന്ന് പറയുമ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? I wouldn't be honest if I say 100% support ഉണ്ട്. കാരണം അങ്ങനെ ഒരു അധികം ഞാനെന്ന വ്യക്തി ഒരിക്കലും പെർഫെക്ഷനിൽ വിശ്വസിക്കുന്നുമില്ല. കാരണം ഐ ഫീൽ ഐ ആം യുണീക്ക്, യു ആർ യുണീക്ക്, യുവർ ഹെറിഡിറ്ററി ബാക്ക്ഗ്രൗണ്ട് ആൻഡ് അപ്ബ്രിംഗിങ് ഇസ് ഡിഫറെന്റ്, മൈൻ ഇസ് ഡിഫറെന്റ്. ആൻഡ് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പല സമയത്ത് പല വ്യക്തികളിൽ നിന്ന്. ഫോർ എക്സാമ്പിൾ, അമ്മ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യില്ല, ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ അമ്മമാര് സപ്പോർട്ട് ചെയ്യില്ല. സോ ഇറ്റ്സ് എ റാൻഡം മൈൻഡ് ഗെയിം വേർ യു ഡിസൈഡ്, യെസ് ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു ഡു, യു ഫോക്കസ് ഓൺ ഇറ്റ് ആൻഡ് യു ഗെറ്റ് ഇറ്റ് ഡൺ. There are times when I come late night, there are times when I have to stay back, arguments ഉണ്ടാവാറുണ്ട്, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്, ബട്ട് ഇറ്റ്സ് എ കേക്ക് ഓഫ് ലൈഫ്, യു നീഡ് ടു മാനേജ് എവറിത്തിങ്. ലൈഫ് സ്റ്റൈൽ എങ്ങനെ പോകുന്നു പ്രിയ? ഐ മീൻ മീറ്റിംഗ്സ് വരാറുണ്ട്, ഇവരെല്ലാവരെയും ട്രെയിൻ ചെയ്യണം. പ്രിയ തന്നെ ഇവരെ എല്ലാവരും ട്രെയിൻ ആവപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ സ്വയമേ പഠിക്കാനുണ്ട്. യു ഹാവ് ടു ബി അപ്ഡേറ്റഡ്. ഒരുപാട് വിവരങ്ങളും ഒരുപാട് എന്താ പറയുക, പുതിയ പുതിയ ടെക്നോളജി വരുന്നു, പുതിയ പുതിയ കോഴ്സസ് വരുന്നു. നമ്മൾ പഠിച്ചത് അവിടെ തന്നെയുണ്ട്, പക്ഷെ നമ്മൾ കൂടുതൽ പഠിക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് ചെല്ലുന്നത്. ആ കോമ്പിറ്റൻസി എങ്ങനെയാണ്? സി, ഒരു ട്രെയിനിങ്ങിന്റെ ഏറ്റവും വലിയൊരു ട്രെയിനർക്ക് വേണ്ട കഴിവാണ് ട്രസ്റ്റ്. For example, when I sit in front of you, before I start talking, my eyes, my body will tell you who I am. അപ്പം ഞാൻ ഒരു ഗ്രൂപ്പിന്റെ മുന്നിൽ പോകുമ്പം ഞാൻ വായി തുറക്കുന്നതിന് മുന്നേ അവരെനിക്ക് മാർക്ക് ഇട്ട് കഴിഞ്ഞു, ഈ വ്യക്തി ഇങ്ങനെയാണ്, ഇതാണ്. സോ ഐ ഓൾവേസ് ഫീൽ വാട്ട് യു ആർ will be written on your body. അത് പറയേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഹാർഡ് വർക്കിംഗ് ആളല്ലെങ്കിൽ I go and work hard and I get up at 10 or 11, it will be written in my face. So it is a challenge that you have to be updated, but at the same time I want to tell you that humility helps you a lot. എനിക്ക് അറിയാത്ത കാര്യങ്ങൾ എനിക്ക് അറിയില്ല എന്ന് വളരെ ഹാപ്പി ആയിട്ട് ഞാൻ പറയും, ഞാൻ അവരിൽ നിന്ന് പഠിക്കും. Though I am called as a trainer, ഇപ്പോഴത്തെ ട്രെൻഡ് we are called as mentors. So
മെനി ടൈംസ് അവരിൽ നിന്ന് ഞാൻ കുറെ പഠിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു പുസ്തകം വായിക്കണം എന്നില്ല, ഒരു ട്രെയിനിങ് എടുത്തു കഴിയുമ്പോൾ തന്നെ ഒരുപാട് അപ്ഡേഷൻസ് ഉണ്ടാവും. ഐ ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് എ കമ്പനി, ട്രെയിനിങ് ഫോർ യു എന്നാണ് പേര്. എൻ്റെ ഒരു വിഷൻ ടു സ്റ്റാർട്ട് എ യുണീക് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. It should be one of the best. Okay. And അതിൻ്റെ ഒരു പോർഷൻ I need to use for people who can't afford it, especially women. Already ഞാൻ തുടങ്ങി, പ്രൊഫഷണൽ ആയിട്ടൊന്നുമല്ല, ഇങ്ങനെ പാവപ്പെട്ടവർ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ട്. കോർപ്പറേറ്റ്സിലൊക്കെ നല്ല റേറ്റ് വാങ്ങും, പക്ഷെ ഇവർക്ക് ഇവർക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ചെയ്യും. പക്ഷെ ഇവരെ കൊണ്ട് ഞാൻ I make them train others, like train the trainer എന്നുള്ള രീതിയിൽ ചെയ്യും. ഈ ഒരു കരിയർ ഉണ്ടായിരുന്നില്ലെങ്കിൽ, നേരത്തെ പറഞ്ഞിരുന്നു ഡെന്റിസ്റ്റ് ആവാനായിട്ടാണ് അച്ഛനും അമ്മയും ശ്രമിച്ചിരുന്നതെന്ന്. എനിക്ക് തോന്നുന്നില്ല പ്രിയ അവിടെ നിൽക്കുമെന്ന്. പ്രിയ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വന്നേനെ. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ യു ആർ സംവെയർ ഡ്രീംസിന് അടുത്ത് നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അത് റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ആൻഡ് ദാറ്റ് ഈസ് സോ 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 ഗ്രേറ്റ്. സോ ഐ എം റിയലി റിയലി ഹാപ്പി ടു മീറ്റ് യു പ്രിയ. ആൻഡ് ഒരുപാട് പേരെ ഇനിയും ഇൻസ്പയർ ചെയ്ത് അവരുടെ സ്വപ്നങ്ങളിലോട് അടുപ്പിക്കാനായിട്ട് പ്രിയയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇത്ര നേരം ഇവിടെ തന്നതിനും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ ഇതിനോടകം തന്നെ അവർ വാശി പിടിച്ച് മനസ്സിൽ കരുതിക്കൂട്ടിയിരിക്കുന്നുണ്ടാവും, ഞാൻ ഒരിക്കലും ഒരു ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ പോവില്ല, ഐ വിൽ ഫോളോ മൈ ഡ്രീം എന്നുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ. താങ്ക് യു. സെയിം ഹിയർ. ഇറ്റ് വാസ് വെരി നൈസ് ടോക്കിംഗ് ടു യു. താങ്ക് യു. പെൺമനസ്സുകളെ ഭയപ്പെടുത്തുന്നതാവരുത് സമൂഹം. സമൂഹത്തെ ഭയപ്പാടോടെയും സംശയദൃഷ്ടിയോടെയും കാണേണ്ടി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാണാം പെൺമ.